പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഭഗവാൻ നമ്മളുടെ പരമാന്തരംഗത്തില് നമ്മളുടെ സ്വസ്വരൂപമായിട്ട് നിത്യസിദ്ധമായിട്ടുള്ള വസ്തുവാണ്. നമ്മളുടെ യോഗക്ഷേമം വഹിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഭഗവാന്റെ യോഗക്ഷേമ ശക്തിയാണ്. അങ്ങനെ അറിയുമ്പോൾ കിം വേദിതവ്യം മയാ, ഭഗവാനോട് ഞാൻ എന്താ പറയാനുള്ളത്? ശിവാനന്ദലഹരിയിലെ ഒരു ശ്ലോകമാണ്. യോഗക്ഷേമ ദുരന്ധരസ്യം സകല ശ്രേയഃപ്രദോദ്യോഗിനഃ. യോഗക്ഷേമ ദുരന്ധരൻ എന്ന് വെച്ചാൽ യോഗക്ഷേമം നടത്താൻ, ഭക്തന്മാരുടെ യോഗക്ഷേമം നടത്താനായിട്ട് കച്ചകെട്ടിയിരിക്കുന്ന ആള് എന്നർത്ഥം. യോഗക്ഷേമ ദുരന്ധരസ്യം സകല ശ്രേയഃപ്രദോദ്യോഗിനഃ. സകല ശ്രേയസ്സിനെയും കൊടുക്കാൻ ഉദ്യുക്തനായിട്ടിരിക്കുന്നവൻ. ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനഃ ബാഹ്യാന്തരവ്യാപിനഃ. നമ്മൾക്ക് വേണ്ട അപ്പപ്പോ എന്തെന്ത് അറിവാണോ വേണ്ടത് ആ അറിവുകളൊക്കെ തന്നെ അന്തരംഗത്തിൽ നിന്നും കിട്ടും. ശ്രദ്ധിക്കാനും അവിടെ നിന്ന് അറിയാനും ഉള്ള ക്ഷമ നമുക്കുണ്ടായാൽ മതി. ബാഹ്യാന്തരവ്യാപിനഃ, ഉള്ളും പുറവും വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാൻ. സർവജ്ഞസ്യ, എല്ലാം അറിയുന്നു. ദയാകരസ്യ, ഇന്നലെ പറഞ്ഞ പോലെ കാരുണ്യം ആ അന്തര്യാമിയുടെ സ്വരൂപമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മള് ഇനി പ്രത്യേകിച്ച് എന്തു പറയാനോ ഉള്ളത്? ത്വം പരമാന്തരംഗ ഇതിമേ ചിത്തേ സ്മരാമി അന്വഹം. എപ്പോഴും അന്തര്യാമിയായി ആ ഭഗവാൻ, യസ് സർവജ്ഞഃ സർവവിത് യസ്യ ജ്ഞാനമയം തപഃ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്ന ആ പ്രഭു നമ്മളുടെ ആത്മസ്വരൂപമായിട്ട് നിത്യനിരന്തരം സന്നിധാനം ചെയ്യുന്നു എന്നറിയാമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ സഹജമായി കർമ്മയോഗമായിക്കൊള്ളും. നമ്മളുടെ ശരീരം തന്നെ ക്ഷേത്രം, ദേവാലയമായിക്കൊള്ളും. നിത്യനിരന്തരം നമ്മളുടെ മനസ്സ് അതിന്റെ പിറപ്പിടമായ ആ മൂലത്തില്, അഥവാ അതിന് ആ മനസ്സ് തന്നിൽ തന്നെ, തന്റെ പുറകിൽ തന്നെ കുടികൊള്ളുന്ന ആത്മാവുമായി നിത്യനിരന്തരം ചർച്ചയിലേർപ്പെടും, സമ്പർക്കത്തിലേർപ്പെടും, വിചാരത്തിലേർപ്പെടും. അതിന്റെ ഫലമായി ശാന്തി ഉണ്ടാവും. അപ്പൊ കർമ്മങ്ങളൊക്കെ സഹജമായി ഭഗവത് അർപ്പിതമായിട്ട് തീരും. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസ എന്നാണ് ഇന്നലെ കണ്ട ശ്ലോകം. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ. കർമ്മങ്ങളെയൊക്കെ ചെയ്യുന്നു. എങ്ങനെ? ബ്രഹ്മണി ആധായ, ബ്രഹ്മത്തിൽ അർപ്പിച്ചിട്ട്, സംഘം കൂടാതെ, എന്നുവെച്ചാൽ അറ്റാച്ച്മെന്റ് കൂടാതെ, ലിപ്യതേന സ പാപേന, അങ്ങനെയുള്ള ആൾ ഒരു പാപവും അയാളെ ബാധിക്കില്ല. ബ്രഹ്മണി ആധായ കർമാണി, ബ്രഹ്മത്തിൽ എങ്ങനെ അർപ്പണം ചെയ്യും? ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ തന്നെ സ്വരൂപമാണ്. അത് അറിഞ്ഞാലേ ആധാനം സാധ്യമാവുള്ളൂ. കർമ്മം, രമണ ഭഗവാൻ പറയും, കർമ്മം കർമ്മയോഗമാവാൻ എന്താ വഴി എന്ന് വെച്ചാൽ ഭഗവാൻ ഒരേ വഴിയേ ഉള്ളൂ. കർമ്മം ചെയ്യുന്ന ആൾ ആരാണെന്നുള്ള ചോദ്യത്തിന് വിടാതെ ഉള്ളിൽ വെക്കുക. അല്ലാതെ ഞാൻ കർമ്മം ചെയ്യണു എന്ന് ധരിച്ച ശേഷം പിന്നെ കർമ്മത്തിനെ അർപ്പണം ചെയ്യാൻ നിൽക്കണ്ട. കർമ്മം ചെയ്യുന്ന ആൾ ആരാണ്? ആ ചോദ്യം ഉള്ളിൽ വിടാതെ പിടിക്കാം. ഉത്തരമില്ല ആ ചോദ്യത്തിന്. കർമ്മം നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്ന് ഉദിക്കില്ല. ജ്ഞാനമാർഗത്തില് കർത്തൃത്വത്തിനെ ഇല്ലാതാക്കുന്നതാണ് മുഖ്യം.
യോഗമാർഗത്തിൽ ഭോക്തൃത്വത്തിനെ ഇല്ലാതാക്കുന്നതാണ് മുഖ്യം. ജ്ഞാനമാർഗി ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച്, ഞാൻ എന്നുള്ളത് എന്താണെന്ന് അന്വേഷിച്ച്, ഞാനെന്ന് പ്രത്യേക ഒരു വ്യക്തിത്വം ഇല്ല എന്ന് അറിയുമ്പോൾ കർത്തൃത്വത്തോടുകൂടെ ഭോക്തൃത്വം പോകും. കർമ്മയോഗി തനിക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലത്തിനെ താൻ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അതിൽ തനിക്ക് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി, ലോകഹിതത്തിന് വേണ്ടി യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ അയാളുടെ ഭോക്തൃത്വം വിട്ടുപോകും. അപ്പൊ കർത്തൃത്വവും പോകും. ഈ കർത്തൃത്വവും ഭോക്തൃത്വവും പോയാൽ ശാന്തി. ഒരു വിഷപ്പാമ്പ് കടിച്ചിരിക്കണു എന്നാണ് അഷ്ടാവക്രൻ പറയണത്. വിഷപ്പാമ്പ് കടിച്ചാൽ വിഷം കയറില്ലേ, അതുപോലെ അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ചിട്ട് ഉള്ളിലൊരു വിഷം കയറിയിരിക്കുകയാണ്. ആ വിഷത്തിന്റെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ അഹം കർത്തേതി അഹംമാന മഹാകൃഷ്ണാഹി ദംശിത. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, എല്ലാം എന്റെ തലയിലാണ് കിടക്കണത്, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമൊന്നും നടക്കില്ല. അഹങ്കർത്തേതി അഹംമാന മഹാകൃഷ്ണാഹി ദംശിത. ഇതിനൊരു ആന്റിഡോട്ട് വേണം, മറുമരുന്ന് വേണം. എന്താ മറുമരുന്ന്? നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീ ഭവ. ഞാൻ കർത്താവല്ല എന്ന് അമൃതം കുടിക്കൂ എന്നാണ്. വിശ്വാസ അമൃതം പീത്വാ സുഖീ ഭവ. മറ്റൊരു വഴിയോ? ഭഗവാന്റെ കയ്യിൽ ഞാൻ വെറും യന്ത്രം മാത്രമാണ്. ജഗത്ത് മുഴുവൻ സർവേശ്വരൻ നടത്തിക്കൊണ്ടിരിക്കണം. അടുത്ത ക്ഷണം എന്ത് നടക്കാൻ പോണു എന്ന് എനിക്ക് അറിയില്ല. മുരുകനാഥ സ്വാമികൾ ഒരു പാട്ടിൽ പാടി, ഇറൈവൻ അരുൾ ചെലുത്തും വഴിക്കേ ചെല്ലെൻറാൻ. എന്റേതായ ഇച്ഛയില്ല, എന്റേതായ ഇങ്ങനെ വേണം അങ്ങനെ വേണ്ടാമെന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു അതിന് കാഴ്ചക്കാരനായിട്ടിരിക്കുന്നു, സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു. നടക്കുന്നതൊക്കെ എന്താ? ഈശ്വരചിത്തം. അങ്ങനെ കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സംഘമില്ല അയാൾക്ക്. ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ള അഭിമാനമില്ല. ആ കർമ്മം വിട്ടുപോയാൽ അയാൾ ദുഃഖിക്കില്ല. ആ കർമ്മത്തിൽ അയാൾക്ക് ഫലം വേണമെന്നുള്ള ആഗ്രഹവുമില്ല. അങ്ങനെയുള്ള ആള് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും സർവകർമാണി അപി സദാ കുർവാണഃ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയണു, സർവകർമാണി അപി സദാ കുർവാണഃ. വേറെ ഒരു ഡയമെൻഷനാണ്. ജ്ഞാനയോഗി എന്ത് ചെയ്യണു? കർമ്മങ്ങളെ ബാഹ്യമായി ഉപേക്ഷിച്ച് കേവലം ശരീരനിർവഹണ കർമ്മങ്ങൾ മാത്രം സംഘമില്ലാതെ ചെയ്തിട്ട് ഊണ് കഴിക്കുക, വ്യവഹാരം മാത്രം ചെയ്യുന്നു, ഭിക്ഷാടനാദികള്. പക്ഷെ കർമ്മയോഗിയോ സർവകർമാണി അപി സദാ കുർവാണഹം. അയാൾക്ക് വിധിച്ചു കിട്ടിയിട്ടുള്ള പ്രാരബ്ധമനുസരിച്ച് ഭഗവാൻ എവിടെ വെച്ചിരിക്കുന്നുവോ അവിടെ എന്തൊക്കെ പ്രവർത്തിക്കണമോ അതൊക്കെ നിരന്തരം ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം? മദ്വ്യപാശ്രയ. മാം ഈശ്വരം ഭഗവന്തം ആശ്രിത്യ. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്. ഭഗവാനെ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ഗീതാർത്ഥം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ. അതാണ് വളരെ സൂക്ഷ്മമാണ്. അന്തര്യാമി രൂപത്തിൽ ഭഗവാൻ ഉള്ളിൽ നിന്നും ചലിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാം. അങ്ങനെ മദ്വ്യപാശ്രയ മത്പ്രസാദാദവാപ്നോതി. അങ്ങനെ അന്തര്യാമിയായ ആ ഭഗവാൻ പ്രസന്നനാവുമ്പോ ശാശ്വതവും ശാന്തവുമായ പദം അകമയ്ക്ക് തെളിഞ്ഞു വരുമെന്ന്. തുക്കാറാമിന്റെ ഭാഗവത മഹീപതി എഴുതിയ കഥയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ വർണ്ണിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആരെന്തു പറഞ്ഞാലും ചെയ്യും. ചിലപ്പോൾ ഭാര്യയെ പച്ചക്കറി വാങ്ങിക്കാനായി പറഞ്ഞയച്ചതാണെങ്കിൽ പച്ചക്കറി കൊണ്ടുവരാൻ പോകുന്ന വഴിയിൽ ഇയാളുടെ സ്വഭാവം അറിയുന്ന ആളുകൾ പറയും, ഇവിടെ കുറച്ച് കൊയ്ത്ത് നടക്കാണ്, ഇത്തിരി വന്ന് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ശരി എന്ന് വന്നിട്ട് അവരുടെ കൂടെ പോയി കൊയ്യാൻ നിൽക്കും. അന്ന് ശാപ്പാടും പച്ചക്കറിയും വീട്ടിലേക്ക് പോക്കും ഒന്നും ഉണ്ടാവില്ല. വേറെ ആരെങ്കിലും അരിച്ചാക്ക് കയറ്റി തരാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും.
ഈ പറയുന്നവരൊക്കെ ഈശ്വരനാണെന്നും തനിക്കായിട്ടൊരു കർമ്മമില്ലെന്നും ഈശ്വരൻ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ചെയ്ത് ഈ ശരീരം എന്തൊക്കെ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്, ആ പ്രാരബ്ധം തീർന്നു കഴിഞ്ഞാൽ തന്റെ കാര്യം കഴിഞ്ഞുവെന്നും അതിനെങ്ങനെങ്കിലുമൊക്കെ തീർക്കണമെന്നേ ഉള്ളൂ ആ ഭാഗവത ധർമ്മത്തിന് മർമ്മം അറിഞ്ഞ ആൾക്ക്. ആ കർമ്മം ചെയ്തിട്ട് തനിക്ക് എന്തെങ്കിലും കിട്ടണമെന്നില്ലാത്തത് കൊണ്ട് എല്ലാവരും ഈശ്വരനായി ഗണിക്കുകയും ചെയ്യുന്നു. അവർ പറയണതൊക്കെ ചെയ്തു. ഇത് വ്യവഹാരത്തിന് കൊള്ളില്ല ഈ ധർമ്മം. അങ്ങനെ നാളെ പുറപ്പെട്ടാൽ വ്യവഹാരത്തിന് കൊള്ളില്ല. അത് ഭാഗവതന്മാര് ഭക്തന്മാരുടെ ധർമ്മമാണ്. അതിനെയും വെച്ചുകൊണ്ട് അവരെയും വെച്ചുകൊണ്ട് കുടുംബം നടത്തുന്ന ആളുകളുടെ തലയിലെഴുത്ത് മഹാകഷ്ടമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവര് ലോകത്തിന് അതീതന്മാരാണ്. ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു, യസ്യ സ്വഹ പരയിതി വിത്തേഷു ആത്മനിവാഭിത സർവഭൂത സമശാന്തഃ സവൈ ഭാഗവതോത്തമ. ധനത്തിലോ വസ്തുക്കളിലോ ഒന്നും അവർക്ക് അവരുടേതെന്നില്ലാത്രേ. അത് പരമഹംസ സ്ഥിതിയാണ്. എന്നാ പരമഹംസൻ എന്ന് പറഞ്ഞൂടെ ഭാഗവതൻ പറയണമെന്ന് വെച്ചാൽ ഇയാളൊട്ട് സന്യാസവേഷമൊന്നും കെട്ടിയിട്ടില്ല, എന്നിട്ട് ആ സ്ഥിതിയിലും ഇരുന്നാൽ മഹാകഷ്ടമാണ് കുടുംബത്തിലിരിക്കുന്നവരുടെയൊക്കെ കാര്യം. അതുകൊണ്ടാണ് ഈ സന്യാസാശ്രമം എന്നൊക്കെ വെച്ചത്. നിനക്ക് ഇതിന് പറ്റാതായാൽ കാഷായം കൊടുത്തു പോകൂ, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളുകളുടെ കാര്യം മഹാകഷ്ടമാണ്. ഞാൻ ഇന്നലെ മറ്റോ വായിച്ചു അതില് ഭാഗവത മഹീപതിയുടെ കഥയില് തുക്കാറാമന്റെ കഥ. പാവം ആ സ്ത്രീ ഭാര്യ, അവരെ കുറ്റം പറയാൻ പാടില്ല, എല്ലാവരും അവരെ ഒരു വില്ലത്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും, ബഹളം കൂട്ടിക്കൊണ്ടേയിരിക്കും. അവര് തുണിയൊക്കെ അഴിച്ചു വെച്ച് ഒരു ദിവസം കുളിക്കാം. അപ്പൊ തുണി ഇങ്ങനെ ഒരിടത്ത് തൂക്കി വെച്ചിട്ട് അവരകത്ത് കുളിക്കുകയാണ്. അപ്പോ ഒരു ഭിക്ഷക്കാരി സ്ത്രീ വന്നിട്ട് തുക്കാറാം അവിടെ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, ഒരു വസ്ത്രം, അവർക്ക് ആ പാടെ ഒറ്റ വസ്ത്രമേ ഉള്ളൂ തുക്കാറാമിന്റെ ഭാര്യയ്ക്ക്. അവര് പാവം വസ്ത്രം കുളിച്ചിരിക്കുക. അപ്പോ ഇദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇവര് വന്നിട്ട് എനിക്കൊരു തുണി തരുമോ എന്ന് ചോദിച്ചപ്പോ, ഉടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞപ്പോ വളരെ മിണ്ടാതെ, അതിലൊക്കെ കുറുമ്പുണ്ട് നോക്കിക്കോളൂ, മിണ്ടാതെ പറയാണ്, ആക്ഷനില് അത് എടുത്തോണ്ട് പോയിക്കോളൂ, ശബ്ദം ഉണ്ടാക്കണ്ടെന്ന്. വെച്ചാൽ ശബ്ദം ഉണ്ടാക്കിയാൽ അവർക്ക് തുണിയില്ല എന്നറിയാം. എന്നിട്ട് എന്നാ വല്ലതൊക്കെ ഇട്ടുകൊടുത്തുവോ തുണി, അവിടുന്ന് മിണ്ടാണ്ട് ഒരു പോക്കും പോയി അടുത്തൊരു മലയുടെ മേലേക്ക്. എന്നിട്ട് അത് ആ ഭക്തന്റെ ഉറപ്പാണ്, ഭഗവാൻ എന്തെങ്കിലും ചെയ്തോളും എന്നാണ്. ഭഗവാന്റെ തലയിലെഴുത്താണ് അത്ര ഈ ഭക്തൻ. വരുന്തിടും തലൈവിധി അരുണാചല. രമണ ഭഗവാൻ പറയണു അരുണാചല അക്ഷരമണമാലയിൽ, വാവെன்று അழைத்தேன் വരുംപടി ചൊല്ലിനൈ വന്ദൻ പടിയള. ഒക്കെ അക്ഷരമണമാല പഠിച്ചിട്ടുള്ള ആളുകളാണ്, ഒന്നും ഉരുപ്പിടിയില്ല. വരുംപടി ചൊല്ലിലൈ വന്ത് എൻ പടിയള വരുന്തിടും തലൈവിധി അരുണാചല. എന്നെ വരാനായിട്ട് അവിടുന്ന് വിളിച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഭക്തിമാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ഭക്തിമാർഗത്തിൽ കൊണ്ടുവന്നിട്ട് വന്ത് എൻ പടിയള, എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ അങ്ങ് തന്നെ തരണം, ഞാനൊന്നും ചെയ്യില്ല. അയ്യോ ഇത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചാൽ, വരുന്തിടും തലൈവിധി, അങ്ങയുടെ തലയിലെഴുത്താണ്, എന്നെ പോലെയുള്ള ഭക്തന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ, വരുന്തിടും തലൈവിധി അരുണാചല. തുക്കാറാം അങ്ങനെ ഒരു പോക്ക് പോയി. പാണ്ഡുരംഗൻ ആ സ്ത്രീക്ക് ആ സമയത്ത് ആരൊക്കെയോ വീട്ടിലേക്ക് കയറി വരികയും ചെയ്തു, തലയിലെഴുത്ത് നോക്കണം. അവര് പറഞ്ഞു, പാണ്ഡുരംഗൻ ഭക്തി കൊണ്ടൊന്നുമല്ല, വശപ്പെട്ടിട്ടല്ല കൊടുത്തത്, ഇവരെ ഭയങ്കര പേടിയാ പാണ്ഡുരംഗൻ. ഇവര് പറഞ്ഞു, ആ കരുമാണ്ടി പൂതത്തിനെ ഞാൻ ഇവിടുന്ന് പുറത്തു വന്ന തീ വയ്ക്കും. അപ്പോ അവിടുന്ന് പെട്ടെന്നൊരു നല്ല പട്ടുവസ്ത്രം ഇട്ടു കൊടുത്തു അത്രേ. ചിലപ്പോഴൊക്കെ ഭഗവാനെയൊക്കെ വരട്ടിയാലേ കാര്യം നടക്കുകയുള്ളൂ എന്നാണ്. ശിവാനന്ദ ലഹരിയിൽ ഇപ്പൊ പ്രദോഷകാലമായിരിക്കുമ്പോ അതും ഓർമ്മ വരും. ആചാര്യസ്വാമി പറയണു, നദിബിർ നുദിബിർ പൂജാ വിധിഭിഹി ധ്യാന സമാധിവിർന തുഷ്ട. ഞാൻ സ്തുതിച്ചു നോക്കി, നമസ്കരിച്ചു നോക്കി, പൂജ ചെയ്തു നോക്കി,
ധ്യാനം ചെയ്തു നോക്കി, സമാധി ചെയ്തു നോക്കി, ഒന്നുകൊണ്ടും തുഷ്ടിച്ചില്ല, സന്തോഷപ്പെട്ടില്ല. അർജുനൻ വില്ലുകൊണ്ടടിച്ചു, വേറെ ഏതോ ഒരു ഭക്തൻ ഒലയ്ക്ക കൊണ്ടടിച്ചു, വേറെ ഒരു ഭക്തൻ കല്ലെറിഞ്ഞു ഭഗവാന്റെ അടുത്ത്. അതിനൊക്കെ സന്തോഷപ്പെട്ട് അവരുടെ പുറകെയൊക്കെ പോയി. ഇനിയിപ്പോ ഇതൊന്നും വേണ്ട വെച്ച് അതിലേതെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറെന്നാണ്. മുസലേന അശ്മനാവ ഇഷ്ടം തഥാകരോമി. അതാണ് തങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ അതിന് പുറപ്പെടാമെന്നാണ്. ഇനി വല്ല കല്ലോ വല്ല മുസലമോ ഒക്കെ എടുത്തിട്ട് ഭഗവാന്റെ അടുത്ത് ശണ്ട കൂടാൻ പുറപ്പെടണമെങ്കിൽ, എന്നാലേ ശരിയാവുള്ളൂവെങ്കിൽ അതിന് പുറപ്പെടാം. പോട്ടെ. അപ്പോ ഇത്തിരി ഗീതയുടെ ഇടയിൽ കൂടെ ഭക്തിമാർഗം അതിലേക്കും പോയിട്ട് വരാം. അപ്പോ ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്വാ കരോതിയ. സംഘമില്ലാതെ ഭഗവാനിൽ അർപ്പിതമാക്കിയിട്ട് കർമ്മങ്ങളെയൊക്കെ ലോകത്തിൽ ചെയ്യുന്നവൻ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസ. അയാൾ പത്മപത്രം എങ്ങനെ ജലം കൊണ്ട് നനയ്ക്കപ്പെടില്ലയോ അതുപോലെ ഒരു പാപവും അയാളെ സ്പർശിക്കില്ല, ഒരു കർമ്മവും അയാളെ ബന്ധിക്കില്ല. അയാൾ നിത്യനിരന്തരം ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിതനാണ്. അയാൾ മാത്രമല്ല, നമ്മളൊക്കെ അതിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ സ്വരൂപം തന്നെ അതാണ്. നമ്മളൊക്കെ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ ഭഗവത് അനുഭവമാണ്. ഇനി പുതിയതായി ഒരു അനുഭവമൊന്നും ഉണ്ടാവാൻ പോണില്ല. എന്തൊക്കെ തന്നെ വികാരാനുഭവങ്ങളൊക്കെ വന്നാലും വരുന്നതൊക്കെ പോയി പോകും. ഏതൊക്കെ ലോകങ്ങളിലേക്ക് പോയാലും അവസാനം ചുറ്റി ചുറ്റി തന്നിലേക്ക് വരേണ്ടി വരും. കേവല സത്ത് മാത്രമായി ഉണ്ട് എന്നുള്ള അസ്തിത്വം അത് നമുക്ക് സിദ്ധിച്ചിരിക്കുന്നുവല്ലോ. ആ ഉണർവ് സ്വഭാവോ അധ്യാത്മമുച്യത്തെ. അക്ഷരം ബ്രഹ്മപരമം. ആ അക്ഷരം നാശമില്ലാത്തതാണത്. ബാക്കിയെല്ലാം നശിച്ചാലും ഒരു മാറ്റം കൂടാതെ നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ ഇടകലർന്ന് നിൽക്കണുണ്ടത്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയാന്ന് വെച്ചാൽ അതിനെ അംഗീകരിച്ച് ശരീരവും മനസ്സും അഭിമാനവും ഒക്കെ അതിൽ ഉദിക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന അസദ്വസ്തുക്കളാണ്. സത്ത് അതുമാത്രമാണ്. നാസത്തോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ. ഇതാണ് ഗീതയുടെ ഹൃദയ ശ്ലോകം. നാസത്തോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ. സത്ത് ഒരിക്കലും ഇല്ലാതാവണില്ല. അസത്ത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അഭിമാനം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ശരീരം പരിണമിക്കുകയും ചെയ്യുന്നു. വികാരങ്ങൾ ഉണ്ടാവണം ശരീരത്തിൽ. പക്ഷേ അതിനൊക്കെ പുറകിലുള്ള സൻപ്രതീതി. തമിഴില് രമണ ഭഗവാൻ അതിന് ഇരുന്തുഒളിർ എന്ന് പറയും. ഇരുന്തൊളിർ ഉனை വിടുത്തടുത്തിട ദൈവം ഇരുട്ടിനെ വിളക്കെടുത്തടുത്തിടലേ കാൺ. ഇരുന്ന് പ്രകാശിക്കണം. ഉണ്ട് എന്ന അനുഭവമുണ്ട്. നമ്മൾ അശ്രദ്ധ കൊണ്ട് മാത്രം അത് നമുക്ക് അനുഭവത്തിൽ വരണില്ല. ശ്രദ്ധിച്ചാൽ അതിന് യു ഹാവ് ടു ഓൺ ഇറ്റ്. ഇറ്റ്സ് ഓൾറെഡി ദെയർ. ലബ്ധ ലാഭമാണ്. പ്രാപ്ത ആയിട്ടുള്ളതിനെ പ്രാപിക്കലാണ്. അത് ലഭിക്കണം. ലഭിക്കൽ എങ്ങനെയാ? അറിവ് കൊണ്ടാണ്, അംഗീകാരം കൊണ്ടാണ്. അംഗീകരിക്കുകയാണ്. ആ വസ്തു കിട്ടിയിരിക്കുന്നു. നമ്മളുടെ ഉള്ളിൽ അഹം, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഏതൊന്നുണ്ടോ അത് നിത്യശുദ്ധമായ വസ്തുവാണ്, ചൈതന്യമാണ്. അതിൽ നിന്നാണ് ആനന്ദവും പ്രിയവും ശാന്തിയും ഒക്കെ ഉണ്ടാവണത് എന്ന് അംഗീകരിക്കാം. അംഗീകരിച്ചിട്ട് കർമ്മം ചെയ്യാം. ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ അവിടെ പോകും. പിന്നെ എന്തൊക്കെ തന്നെ കർമ്മം ചെയ്താലും കർമ്മവും കർമ്മത്തിന്റെ കർത്താവും ഫലവും ഒക്കെ തന്നെ ആ അഗാധമായ സമുദ്രത്തിൽ വീണ് ഇല്ലാതാവും. അപ്പൊ നമുക്ക് ഈ കർമ്മയോഗമൊന്നും വിഷമേ ഉണ്ടാവില്ല. സത്യത്തിനെ അംഗീകരിച്ചിട്ട് ലോകത്തിൽ വ്യവഹരിക്കാം. വളരെ എളുപ്പമാണ് സത്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, അംഗീകരിച്ചാൽ മതി, സ്വീകരിച്ചാൽ മതി. ഇപ്പൊ പറയണു, കേൾക്കണു, സ്വീകരിക്കുക, ശ്രദ്ധിക്കാം. അവ്യക്തമായിട്ടേ മനസ്സിലാവണുള്ളൂ എങ്കിൽ ആ അവ്യക്തമായ അറിവിനെ വെച്ചുകൊണ്ട് ഉള്ളിൽ ശ്രദ്ധിച്ചു നോക്കാം. സിൻസിയർ ആണെങ്കിൽ ഉള്ളിൽ തെളിയും. പതുക്കെ 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 തെളിയും. തെളിഞ്ഞ് നമ്മളുടെ ഉണർവ് തന്നെ പൂർണ്ണവസ്തുവായി പ്രകാശിക്കും. നമ്മളുടെ അധിഷ്ഠാനം ഇരിപ്പിടമായി പ്രകാശിക്കും.
മനസ്സിൽ ചിത്തവൃത്തികളൊക്കെ വരട്ടെ, ശരീരം കർമ്മം ചെയ്യട്ടെ. ലെറ്റ് ആക്ഷൻസ് ടേക്ക് പ്ലേസ്, ലെറ്റ് തോട്ട്സ് കം ആൻഡ് ഗോ. നത്തിങ് വിൽ ടച്ച് ദാറ്റ് സ്പേസ് വിത്തിൻ. ഉള്ളിലുള്ള ആ ഉണർവിനെ ഒന്നും സ്പർശിക്കില്ല. അത് സ്പർശിക്കപ്പെടുന്നില്ല. അൺകറപ്റ്റബിൾ ആണ് അത്. അസംഗോഹ്യയം പുരുഷ എന്നാണ് ശ്രുതി, ഉപനിഷത്ത്. നമ്മൾ വിചാരിച്ചാലും അതിനെ അഴുക്കാക്കാൻ പറ്റില്ല. അതിനെ അംഗീകരിച്ച് അതിൽ അംഗീകരിച്ചാൽ ശ്രദ്ധ പതിയും. ശ്രദ്ധ പതിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ തന്നെ ബ്രഹ്മാർപ്പണമായിട്ട് തീരും. ബ്രഹ്മണ്യാധായ കർമാണി സംഗം തെക്വാ കരോത്യഹ. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതൊന്നും പിടികിട്ടുന്നില്ല എന്ന് വരികയാണെങ്കിലോ ചെയ്യുന്ന കർമ്മമൊക്കെ ഭഗവാന് പൂജയാണ് എന്ന് തീരുമാനിച്ചോളാം. ചെയ്യുന്നതൊക്കെ വാസുദേവാർപ്പണം. നിരന്തരം നാമം ജപിക്കാം. കർമ്മം ചെയ്യുമ്പോഴൊക്കെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഉള്ളുകൊണ്ട് പറയാ, ഭഗവാനെ ഈ കർമ്മമൊക്കെ അർപ്പണം. അങ്ങനെ നിരന്തരം ഒരു ഭാവത്തിനെ ആദ്യം വളർത്തിയെടുക്കാം. അങ്ങനെയുള്ള ആള് പെട്ടെന്ന് സംശുദ്ധനായിട്ട് തീരും. അങ്ങനെയുള്ള ആള് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ കർമ്മം ചെയ്യാം. അടുത്ത ശ്ലോകം നോക്കാം. കായേന മനസാ ബുദ്ധ്യാം കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈഃ ഇന്ദ്രിയൈഃ അപി മമത്വവർജിതൈഃ ഈശ്വരായൈവ കർമ്മ കരോമി ന മമ ഫലായ ഇതി മമത്വബുദ്ധിശൂന്യൈഃ ഇന്ദ്രിയൈഃ അപി സർവവ്യാപാരേഷു മമതാവർജനായ യോഗിനഃ കർമ്മിണഃ കർമ്മ കുർവന്തി ഫലവിഷയേ സംഗം തെക്വാ ആത്മശുദ്ധയേ സത്വശുദ്ധയേ. കർമ്മയോഗികൾ ശരീരം കൊണ്ട് പണിയെടുക്കണു, മനസ്സുകൊണ്ടും പണിയെടുക്കുന്നു, ബുദ്ധി കൊണ്ടും പണിയെടുക്കുന്നു, ഇന്ദ്രിയങ്ങൾ കൊണ്ടും പണിയെടുക്കുന്നു. എങ്ങനെ? മമതയില്ലാതെ ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം കായവാങ്മന കാര്യമുത്തമം പൂജനം ജപഃ ചിന്തനം ക്രമാത്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമൊക്കെ പൂജയാവുന്നു, വായുകൊണ്ട് ചെയ്യുന്നതൊക്കെ തന്നെ ജപമാവുന്നു, മനസ്സുകൊണ്ട് ചെയ്യുന്നതൊക്കെ തന്നെ ധ്യാനമാവുകയും ചെയ്യുന്നു. എപ്പോ? ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. ഇതൊക്കെ തന്നെ ആർക്കാണ്? മുക്തിസാധകമാണ്. അതായത് ആർക്കാണോ ആത്യന്തികമായ ലക്ഷ്യമുള്ളത്, ഭഗവത് പ്രാപ്തി വേണമെന്നുള്ള ആഗ്രഹമുള്ളത്, ഭഗവാന് തന്നെ അർപ്പിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്, അങ്ങനെയുള്ള ആ ഭാഗവതന്മാർക്കാണ് ഈ മാർഗം. ഇത് ഭക്തിയാണ്, ഉത്തമ ഭക്തിയാണ്. കർമ്മയോഗം എന്ന് പറയുന്നത് ഭക്തിയാണ്. കർമ്മയോഗമാണ് ഭക്തി. കർമ്മയോഗത്തിനുള്ള പരിശീലനമാണ് ബാഹ്യമായ ഭക്തിയൊക്കെ, ജപം ധ്യാനം ഒക്കെ തന്നെ. ചിത്തശോധകം മുക്തിസാധകം. അതിനെ എങ്ങനെ ചെയ്യുന്നു? ജഗത ഈശധീയുക്ത സേവനം അഷ്ടമൂർത്തിവൃത് ദേവപൂജനം. ഈ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്ഥൂല രൂപമാണ്. സ്ഥൂലനികായം എന്നാണ് ഭാഗവതത്തിൽ ഈ ജ്യോതിശ്ചക്രങ്ങളെയൊക്കെ വർണ്ണിച്ചിട്ട് പഞ്ചമസ്കന്ധത്തില് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അത് ആ ജ്യോതിശ്ചക്രങ്ങളുടെയൊക്കെ ആ ചലനവും ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറയണു, ഇതൊക്കെ നോക്കുമ്പോ നിങ്ങൾ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൂര്യചന്ദ്രാദികളെയും ഒക്കെ നോക്കുമ്പോ ഭഗവാന്റെ വിശാല ശരീരമാണെന്ന് കണ്ടുകൊള്ളുക എന്നാണ്. സ്ഥൂലനികായമാണ് ഭഗവാന്റെ സ്ഥൂലമായ വിശാലമായ ഭഗവാന്റെ കായമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് കണ്ടുകൊള്ളാം. അങ്ങനെ കാണുമ്പോ നമുക്ക് കണ്ണു തുറന്ന് ഭക്തിയാണ്, കണ്ണു തുറന്ന് സമാധിയാണ്. കാണുന്നതിലൊക്കെ നമ്മള് ശരീരം കൊണ്ടൊക്കെ പൂജ ചെയ്യും. ഈ തുക്കാറാമന്റെ കഥ പഠിച്ചു കൊണ്ടുവരുമ്പോ അദ്ദേഹം ചെയ്ത ചില സേവകളൊക്കെ പറയാണ്. രാവിലെ എണീറ്റ്
പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഭജന പാടി നടക്കുമ്പോ ദിവസം എന്ന വണ്ണം ഈ പശുവിനെയൊക്കെ പാലൊക്കെ കറന്നു കഴിഞ്ഞ അവസാനം പാലൊന്നും കിട്ടാതായി കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഈ മാംസം ഭുജിക്കില്ല, അതിനിങ്ങനെ അഴിച്ചു വിട്ടുകളയും അവര് പിന്നെ തീറ്റിപ്പോറ്റാനൊന്നും നിൽക്കില്ല. അത്തരം പശുക്കളെയൊക്കെ കണ്ട് അതിന് പുല്ല് കൊടുക്കുകയും അതിന് സേവ ചെയ്യുകയും, ഉറുമ്പുള്ള ഉറുമ്പ് പുറ്റിന്റെ ഉള്ളിലേക്ക് അത് ഉറുമ്പിന് വേണ്ടി ആഹാരമൊക്കെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയും, ഇതൊക്കെ തന്നെ പതുക്കെ പതുക്കെ ഉള്ളിലുള്ള ആ പ്രേമത്തിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. കാണുന്ന വസ്തുക്കളിലൊക്കെ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ ഉണ്ടെന്ന് അംഗീകരിച്ച് ആ സമത്വത്തിനെ പ്രാക്ടിക്കൽ ലെവലിൽ പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവന്ന് വ്യവഹരിച്ച് ചെയ്യാം. നമ്മുടെ ഭഗവാൻ ഒരു അണ്ണാൻ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു. ഒരിക്കല് ഒരു അണ്ണാൻ പൂച്ച പിടിച്ചു. അതിന്റെ കുട്ടികൾ, അണ്ണാൻ കുഞ്ഞ്, അതാകപ്പാടെ പുഴു പോലെ ഇത്ര നീളം ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ പുഴു പോലെ ഉണ്ടാവും. അതിന് പാല്, ഈ തള്ളപ്പാല് കിട്ടാതെയൊക്കെ അതെങ്ങനെ ജീവിക്കും? അതിനെ എടുത്ത് അത് വിരലിൽ വെച്ചാൽ വിരലിന്റെ അത്രയേ ഉള്ളൂ. ആ വിരലിൽ വെച്ച് അതിനെ പഞ്ഞി തിരി പോലെ ആക്കിയിട്ട് തേനിൽ മുക്കിയിട്ട് അതിന് ആഹാരമൊക്കെ കൊടുത്ത് അതിനെ വളർത്തി. അത് ഭഗവാനെ അമ്മയാണെന്ന് കരുതിയിട്ട് ഭഗവാന്റെ മേലെ തന്നെ ഓടി നടക്കും. ലാസ്റ്റ് വരെ അങ്ങനെയായിരുന്നു അത്. 3-4 അണ്ണാൻകുട്ടികൾ. അപ്പൊ സർവഭൂതാത്മാ കുറുവന്ന പിന്നെ ലിപ്യത്തെ എന്ന് പറഞ്ഞല്ലോ. എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമി രൂപത്തിലിരിക്കുന്ന ഭഗവാനെ പൂജിക്കുകയാണ്. എങ്ങനെ? കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറയണത് ശ്ലോകം പറഞ്ഞാൽ ആവില്ല. അനുക്ഷണം ഓരോ ക്ഷണത്തിലും ഓർമ്മ വയ്ക്കണം. എന്നിട്ട് ജഗത ഈശധീയുക്ത സേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. ജഗത്ത് ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് ഓർമ്മ വെച്ചുകൊണ്ട് പൂജിക്കാം, ആരാധിക്കാം. നമ്മളുടെ സ്വാർത്ഥതയെ അതിൽ ഹോമിച്ച് ഇല്ലാതാക്കുകയാണ്. അതാണ് കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുറുവന്തി. അങ്ങനെ ഭക്തയോഗികൾ, കർമ്മയോഗി എന്ന് വെച്ചാൽ ഇവിടെ സാധനാഭക്തൻ തന്നെയാണ്. സാധനാഭക്തൻ നിത്യനിരന്തരം കർമ്മം ചെയ്യുന്നു. എന്തിനാ? ആത്മശുദ്ധയെ, ഹൃദയം ശുദ്ധമാവാൻ. എന്നുവെച്ചാലോ ഹൃദയത്തിൽ പ്രേമമുണ്ടാവാൻ, ഹൃദയത്തിൽ ശാന്തി ഉണ്ടാവാൻ, ഹൃദയത്തിൽ ഭക്തി എപ്പോണ്ടാവും? എന്റെ സ്വാർത്ഥത. ഓരോ ചലനവും നമുക്ക് വേണ്ടിയാണല്ലോ ഇപ്പോ, അല്ലേ? ഊണ് കഴിക്കണത് നമുക്ക് വേണ്ടിയാണ്. കേവലാഘോ ഭവതി കേവലാദി. വേദം ഒരിടത്ത് പറയണു, അവനവന് മാത്രം ഉണ്ടാക്കി അവനവൻ മാത്രം തിന്നുന്നവൻ അവനവന് വേണ്ടി പാപമാണ് ഭുജിക്കുന്നത്. സ്വാർത്ഥതയെ യജിക്കുന്തോറും അവനവന് പരമമായ ഹിതം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. ഹൃദയം തെളിഞ്ഞു വരും. ഹൃദയത്തിലാണല്ലോ ഭക്തി കിടക്കണത്. ഭക്തി എന്നുള്ള അനുഭവം തന്നെ ഹൃദയത്തിലാണല്ലോ. ആ ഭക്തിയെ എങ്ങനെ കൊണ്ടുവരും? അപ്പോ കായേന മനസാ ബുദ്ധ്യാ കേവലൈഹി ഇന്ദ്രിയൈഹി അപ്പി യോഗിനഃ കർമ്മ കുർവന്തി. യോഗികൾ, കർമ്മയോഗികൾ അഥവാ ഭക്തന്മാർ നിരന്തരം കർമ്മം ചെയ്യുന്നു. എന്തിനാ? ആത്മശുദ്ധയെ. വേറെ ഒരു ഉദ്ദേശവുമില്ല ആ കർമ്മത്തിന്. അതിൽ ഫലമല്ല അവർക്ക് മുഖ്യം, ആത്മശുദ്ധിയാണ് മുഖ്യം. നമ്മൾ കുളിക്കുമ്പോ നമ്മൾ കുളിക്കുന്നതിനെ കുറിച്ച് ആളുകൾ പുകഴ്ത്താൻ വേണ്ടിയാണോ നമ്മൾ കുളിക്കുന്നത്? ചില കുട്ടികൾക്ക് അമ്മമാര് പറയും, പറഞ്ഞാൽ കേൾക്കില്ല കുളിക്കാൻ. അപ്പൊ കുളിച്ചിട്ട് വന്നാൽ ചോക്ലേറ്റ് തരാം എന്ന് പറഞ്ഞ് കുറച്ചു കാലമൊക്കെ ചിലപ്പോൾ കുളിക്കാൻ പഠിപ്പിക്കുമായിരിക്കും. വിവരം വെച്ച് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞാൽ ആ കുട്ടി ചോക്ലേറ്റ് തിന്നാൻ വേണ്ടിയിട്ടാണോ കുളിക്കുക? കുട്ടി എന്തിനു വേണ്ടി കുളിക്കണു? കുട്ടിക്ക് അറിയാം കുളിച്ചിട്ടില്ലെങ്കിൽ നാറും. അതുകൊണ്ട് കുളിച്ച് ശുദ്ധമാക്കാൻ കുളിക്കണ പോലെ കർമ്മയോഗി കർമ്മം ചെയ്ത് ഫലത്തിന് വേണ്ടിയിട്ടല്ല, കർമ്മം ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, ഈ ഭാണ്ഡം അങ്ങോട്ട് തീർക്കണം, എന്നാലേ ഹൃദയം ശുദ്ധമാവുള്ളൂ, ശാന്തി ഉണ്ടാവുള്ളൂ, ഞാൻ ലൈറ്റ് ആവുള്ളൂ.
അതിനുവേണ്ടി നിരന്തരം കർമ്മം ചെയ്യുന്നു. കർമ്മത്തിനെ ആരാധനയാക്കി ചെയ്യുന്നു, പൂജയാക്കി ചെയ്യുന്നു, ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്നു. അയാൾ അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണില്ല. അങ്ങനെയുള്ളവൻ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കുറെ എഴുതിയിട്ടുണ്ട്. റെമിനിസൻസസ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്നൊരു ബുക്ക്. അതിൽ ഒരമ്മ പറയണു, അദ്ദേഹം പ്രവർത്തിക്കുന്തോറും അദ്ദേഹത്തിന്റെ തപസ് കൂടി 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 വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. രാവും പകലും പണിയെടുത്തിട്ടും ഇവിടെ പ്രഭാഷണം കഴിഞ്ഞാൽ അവിടെ പ്രഭാഷണം, അവിടെ പ്രസംഗം, ഇവിടെ പ്രസംഗം, തൊണ്ടവേദനിച്ചിട്ടും ശരീരം ക്ഷീണിച്ചിട്ടും ശരീരത്തിൽ അനേക വ്യാധികളും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടും തോറും, അത് കഴിയും തോറും പ്രവർത്തിക്കും തോറും ആളുകൾ എന്ത് വിചാരിക്കും? പ്രവർത്തിക്കുന്നു, കുറച്ച് തപസ് ചെയ്ത് പിന്നെ കർമ്മം ചെയ്ത് അതൊക്കെ കളയാണെന്ന്. അങ്ങനെയല്ല, കർമ്മം തന്നെ തപസ്സായിട്ട് മാറുമ്പോ അത് ചെയ്യുന്തോറും അകമയ്ക്കുള്ള തപസ് കൂടി 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 കൂടി. തപസ് എന്താ? അഹവിനാശമാണ്. അഹവിനാശമേ അരുൾ വിലാസമേ ഇൻപ വികാസമേ എന്ന് രമണ ഭഗവാൻ ആത്മവിദ്യാകീർത്തനത്തിൽ പാടി. ആത്മപ്രകാശമേ അഹവിനാശമേ അരുൾ വിലാസമേ ഇൻപ വികാസമേ. അതാണ് അതിന്റെ സീക്വൻസ്. ആത്മപ്രകാശം എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ അഹവിനാശമേ, അഹങ്കാരം നശിക്കുന്നു. അരുൾ വിലാസമേ, ഈ ഡാമിലൊക്കെ സ്ലൂയിസ് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ എന്താവും? അങ്ങനെയുള്ള വെള്ളം അതിലൂടെ വരണ പോലെ ഈ അഹം ആണ് ടാപ്പ്. ആ ടാപ്പ് അവിടുന്ന് ഇഫ് യു റിമൂവ് ദാറ്റ്, അരുൾ വിലാസമേ, അഖണ്ഡമായ മണ്ഡലത്തിൽ നിന്നും കൃപച്ചോരി, കൃപ പ്രവാഹം. അരുൾ വിലാസമേ ഇൻപ വികാസമേ, ആനന്ദം തെളിഞ്ഞ് 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 കൂടുതൽ കൂടുതൽ ആനന്ദമായിട്ട് വരികയാണ്. ശരീരം ക്ഷീണിക്കും തോറും ആത്മബലമേറുകയാണ്. മനസ്സിൽ വാസനകൾ ക്ഷയിക്കും തോറും ശാന്തി കൂടുകയാണ്. അപ്പൊ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ തനിക്ക് വേണ്ടി പ്രവർത്തിക്കും തോറും എന്താവും? തനിക്ക് വസ്തുക്കളൊക്കെ നിറയും, നോട്ടുകെട്ടുകളൊക്കെ വന്നുകൂടും, വീടുകളൊക്കെ വലുതാവും, നിറയെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിടും. ഇന്ന് ആളുകൾ അതിനൊക്കെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ധാരാളം സ്ഥലങ്ങൾ വാങ്ങിയിടും, വീടുകൾ കെട്ടിയിടും. ഇവിടുത്തെ ബാങ്കിൽ കുറച്ച് അക്കൗണ്ട്, അവിടുത്തെ ബാങ്കിൽ കുറച്ച് അക്കൗണ്ട്, ഇവിടെ കുറച്ച് ഫാക്ടറി, അവിടെ കുറച്ച് ഇൻഡസ്ട്രി ഒക്കെ ആയിക്കഴിഞ്ഞ് അവസാനം നിറയെ പണമായി. എന്നിട്ട് അവസാനം നോക്കുമ്പോ എന്താ? ഒരു സമാധാനമില്ല, ശാന്തിയില്ല. ഉള്ളില് കല്ല് വെച്ച് കയറ്റിയ പോലെ ഒരു തോന്നല്. എന്നിട്ട് പിന്നെ ഏത് സ്വാമിയാരുടെ അടുത്ത് പോയാലാണ് കാര്യം നടക്കുക? ആരാണ് നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ നമ്മളുടെ കുഴപ്പങ്ങളൊക്കെ തീരുക? ആരിത്തിരി ജലം ഒഴിച്ചു തന്നാൽ നമ്മളുടെ പ്രശ്നമൊക്കെ തീരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഓടി നടക്കും. ഒരു കാര്യവുമില്ല. സ്വാമിയാർമാർക്കും ഇതേ പ്രോബ്ലം ഉണ്ട്. അവര് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ പണം കുറച്ച് അവർക്കും കിട്ടിയാൽ അപ്പൊ പരസ്പരം ഭാവയന്തഹ എന്നാണ്. അവരൊക്കെ ആശീർവാദമൊക്കെ തരും. ഒക്കെ നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം പറയാതെ, ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഒരു ആശ്വാസ വാക്കാണ്. അതിപ്പോ വലിയ ചെലവൊന്നുമില്ലല്ലോ. നമ്പൂരി ആനയെ ചോദിച്ച പോലെ. അങ്ങനെയൊന്നും എളുപ്പ വഴിയൊന്നുമില്ല. കർമ്മഭാണ്ഡത്തിന് ഒഴിക്കണം എന്ന് തീരുമാനിക്കണം. എന്നിട്ട് ജീവിതത്തിനെ തപസ്സാക്കി തീർക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് ഒരു ചെലവുമില്ല. നിങ്ങൾ മറ്റേതിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടണം. ഇതിന് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങളുടെ പ്രാരബ്ധ കർമ്മത്തിന് ഉപേക്ഷിക്കൂ എന്നും പറഞ്ഞില്ല. ഉപേക്ഷിച്ചാലും നടക്കില്ല. അത് ലീഡ് എ വെരി നാച്ചുറൽ ലൈഫ്, അത്രേ ഉള്ളൂ. സാധാരണമായിട്ട് ഇരിക്കൂ, ജോലി ചെയ്യണം, എന്തോ സമ്പാദിക്കണം, ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് അത്രയും സമ്മതിച്ചിട്ടുമുണ്ട് ശാസ്ത്രം. അതിനു മേലെ കർമ്മത്തിനെ വലിച്ചുകൂട്ടണ്ട, അസമാധാനം ഉണ്ടാക്കണ്ട, അശാന്തി ഉണ്ടാക്കണ്ട. ഇതിനുമേലെ ഒരു ജോലി നമുക്കുണ്ട്. ഈ മനുഷ്യ ശരീരം വെച്ചുകൊണ്ട് ഉള്ളില് ഒരു പരമജ്യോതിസ് ഉള്ളില് കിടക്കണുണ്ട്. പ്രകാശാവരണ ക്ഷയമുണ്ടാക്കണമെന്നാണ് പതഞ്ജലി മഹർഷി പറയണത്. എപ്പോ ഇവന് കർമ്മപരിഭാഗം ഉണ്ടാവുമോ അപ്പോ പ്രകാശാവരണ ക്ഷയ എന്നാണ്. ഈ കണ്ണാടിയിൽ മുഴുവൻ കരി പിടിച്ചാൽ ഉള്ളിലുള്ള വിളക്ക് കാണില്ല, അല്ലേ? അപ്പൊ എന്താവും? ഉള്ളിൽ വിളക്ക് എരിയുന്നുണ്ടെങ്കിലും പ്രകാശത്തിന് ആവരണമുണ്ട്.
ആ ആവരണം തുടച്ചു നീക്കി കഴിയുമ്പോൾ വിളക്ക് ജ്വലിക്കണ പോലെ പ്രകാശാവരണക്ഷയം. അതാണ് നമുക്ക് വേണ്ടത്. ശാന്തി ഉണ്ടാവണം, ആനന്ദം ഉണ്ടാവണം, നിറവുണ്ടാവണം. ഇതൊക്കെയാണ് ഋഷികൾ കാണിച്ചു തന്ന സനാതനധർമ്മം. നമ്മൾക്ക് അതൊക്കെ പോയിരിക്കണം, കൈമോശം വന്നു പോയിരിക്കുന്നു. നമ്മളുടെ സമൂഹത്തിന്റെ സ്വഭാവം തന്നെ മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു സത്സംഗത്തിൽ ഞാൻ ഇങ്ങനെ വല്ലതൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിച്ച് വീണ്ടും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. എന്നിട്ട് എന്നെ കുറ്റം പറയും നിങ്ങൾ. ഇവിടെ മുഴുവൻ ഷെയർ മാർക്കറ്റും IT കമ്പനീസും കോൾ സെന്റേഴ്സും ഇതുമൊക്കെ ചുറ്റും പരന്നു നിന്നിട്ട് പലവിധത്തിലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ സാധനങ്ങളിലൂടെ പോലും നമ്മളെ ഇംപ്രസൻ ചെയ്യാനായിട്ട് പലവിധ നിയമങ്ങളും ഉണ്ടാക്കി വെച്ച് നമ്മൾ അതിനകത്ത് കുടുങ്ങിയിരിക്കുമ്പോൾ, നിങ്ങൾ സ്വതന്ത്രരാവണമെന്ന് പറയുമ്പോൾ ജയിലിന്റെ കമ്പികൾക്ക് ഘനം കൂടിയത് കൊണ്ട് പൊട്ടിച്ചു പുറത്തു വരാൻ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പറയാം, ആ ഗീതയ്ക്ക് പോവേണ്ടി കിടന്നില്ല, ആ സത്സംഗത്തിന് പോവേണ്ടി കിടന്നില്ല. ഇതിന് ഒറ്റ എളുപ്പ വഴിയേ ഉള്ളൂ. എന്താ എളുപ്പ വഴി എന്ന് വെച്ചാൽ ആദ്യം ഇതിനെ അംഗീകരിക്കാം. അംഗീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം എത്ര കണ്ട് സാധിക്കുവോ അത്ര കണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. കൃഷ്ണൻ അതാണ് പറഞ്ഞിരിക്കുന്നത്, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അല്ലാതെ പൂർണ്ണമാവണമെന്ന് ആഗ്രഹിക്കണ്ട. എത്ര കണ്ട് സാധിക്കൂ. രാമകൃഷ്ണദേവൻ പറയും, വിളക്കും എടുത്തുകൊണ്ട് നടക്കുക. ഇത്ര ദൂരമല്ലേ വെളിച്ചം, അത്ര ദൂരം നടക്കൂ, അവിടുന്ന് അങ്ങോട്ട് വെളിച്ചം കാണും. ഒരാൾക്ക് വിളക്ക് കൊടുത്തു ഇവിടുന്ന് എറണാകുളത്തേക്ക് പോവാൻ. അയാൾ പറയും, ഈ ടോർച്ച് ഇത്ര ദൂരമേ വെളിച്ചം കാണുള്ളൂ, ഞാൻ എങ്ങനെ എറണാകുളം വരെ എത്തും എന്ന് പറഞ്ഞാൽ എത്തില്ല. അതാണിപ്പോ നമ്മൾ ചെയ്യണത്. ഇതൊക്കെ ഈ കാലത്ത് പ്രാക്ടിക്കലാവോ, പ്രായോഗികമാവോ, ഇതിനൊക്കെ നമ്മൾ പുറപ്പെട്ടാൽ നമ്മളുടെ കാര്യമൊക്കെ കഷ്ടത്തിലാവില്ലേ എന്നൊക്കെ നിങ്ങൾ ഇതൊന്നും ആലോചിക്കാതെ എത്ര ചെയ്യാൻ പറ്റുമോ അത്ര ഉണ്ട് ചെയ്യാം. നമ്മളുടെ ലിമിറ്റേഷന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യാ. നമുക്ക് അതിനപ്പുറം പോവാൻ വയ്യെങ്കിൽ വേണ്ട, അത്രയും ചെയ്തല്ലോ മതി. അവിടെ നിന്ന് അങ്ങോട്ട് വെളിച്ചം കാണും. അതാണ് അതിന്റെ നിയമം. നിങ്ങൾ ഇവിടുന്ന് മുഴുവൻ വെളിച്ചവും കാണില്ല. നിൽക്കുന്നിടത്ത് നിന്ന് എല്ലാം ഉണ്ടാവട്ടെ, എല്ലാ സാമൂഹികമായ പ്രശ്നങ്ങളെക്കാളും പ്രബലമായിട്ടുള്ളതാണ് ഭഗവത് കൃപ എന്നുള്ളത്. അത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് പുറത്തു വരണമെന്നും ശാന്തി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ഒരു വിധത്തിലും ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അതിന് നിങ്ങളുടെ സിറ്റുവേഷൻസിൽ എത്ര പ്രതികൂലമായ സിറ്റുവേഷൻ ആണെങ്കിലും അതിന്റെ നടുവിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നടക്കാവുന്നത്ര ദൂരം നടക്കാം. അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് സാധനയാ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്യാം. വിദ്യാരണ്യ സ്വാമികളുടെ ഒരു ചോദ്യോത്തരാവലിയുണ്ട്. അതിൽ ശിഷ്യന്റെ അടുത്ത് പറയുന്നു, ജ്ഞാനവിചാരം ചെയ്യൂ. ശിഷ്യൻ പറഞ്ഞു, അയ്യോ അതൊന്നും എനിക്ക് പറ്റില്ല. എന്നാൽ സർവസമർപ്പണം ചെയ്യൂ. അയ്യോ അതൊക്കെ പറ്റുമോ എനിക്ക്, അത് പറ്റില്ല. അവസാനം എന്നാ നാമം ജപിക്കൂ. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്നാ പോയി കൃഷി ചെയ്യൂ എന്ന്. കൃഷിം കൃഷസ്വ എന്ന്. ഇപ്പൊ അതല്ല, എന്നാ പോയി കമ്പ്യൂട്ടർ പഠിക്കോ, എന്തോ വേണമെങ്കിൽ ചെയ്തോളൂ. എല്ലാ കാലത്തിലും സമൂഹം വ്യക്തിയുടെ തലയിൽ കയറിയിരുന്നിട്ടുണ്ട്. ഈ കാലത്ത് മാത്രമല്ല, അത് നമ്മളുടെ തലയിൽ കയറിയിരിക്കണില്ല. നമ്മളുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഭീതിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പ്രായോഗികമല്ല എന്ന് തോന്നണത്. ആ ഭീതി അവിടെ ഇരിക്കട്ടെ. ആ ഭീതി എത്ര കണ്ട് നിങ്ങൾക്ക് അനുവദിക്കുമോ അത്ര കണ്ട് നിങ്ങൾ ചെയ്താൽ മതി. അത്രേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ആ ഭയത്തിനെയും ഇല്ലാതാക്കണമെന്നൊന്നും പറയണില്ല. ആ ഭീതിയും നാച്ചുറലാണ്. സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ വന്ന പുലിയെ കണ്ട് ഭയപ്പെടുന്നത് സ്വപ്നത്തിൽ സത്യമാണ്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് അത് ഇല്ലാതാവാൻ പോണത്. എഴുന്നേറ്റിട്ട് പോലും കുറച്ച് കിടുകിടുന്നുണ്ടാവും അല്ലേ?
അപ്പോ നിങ്ങളുടെ സ്വപ്നത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ സത്സംഗത്തിൽ ഇംപ്രാക്ടിക്കലായിട്ടും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയാത്തതായ വലിയ വലിയ കാര്യങ്ങളൊക്കെ തലയുടെ മേലെ കൂടെ പോണ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് എന്താ സാധിക്കാന്ന് വെച്ചാൽ അതിൽ ഒരു ഇഞ്ച് എടുത്താൽ മതി. ഇത്തിരി ഇഞ്ച് ചിലപ്പോഴൊക്കെ ചില പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പില് ശരിക്ക് ക്ലോസ് ആവില്ല, അതിൽ വെള്ളം ചൊട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? വീടുകളിലൊക്കെ കുഴപ്പം വരും പൈപ്പില്. അപ്പോ ആ പൈപ്പിന്റെ ചുവട്ടില് നമ്മളൊരു ബക്കറ്റ് വെക്കും. അപ്പൊ എന്താവും? ടക്ക് 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 എന്ന് വീണുകൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയാൽ ബക്കറ്റ് ഫുള്ളായിട്ടുണ്ടാവും അല്ലേ? അതേമാതിരി അല്പം അല്പം അല്പമായിട്ടുള്ള ഭഗവത് സ്മരണം, സത്സംഗം. പലരും പറയും, ചിലരൊക്കെ പറയും ഒരു പ്രോഗ്രസ്സും ഇല്ലല്ലോ. നിങ്ങൾ മിണ്ടാതിരിക്കൂ, സത്സംഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കൂ, ജപം ചെയ്തുകൊണ്ടിരിക്കൂ, സാധുസംഘത്തിലിരിക്കൂ, നിങ്ങളെ കൊണ്ട് ആവുന്നത് ചെയ്യൂ. നിങ്ങൾക്ക് ജ്ഞാനവിചാരം വേണ്ട, കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, നാമം ജപിക്കൂ, ശരണാഗതി ചെയ്യൂ, ഭക്തി ചെയ്യൂ, എന്തെങ്കിലും സദ്ഗ്രന്ഥ ആവുന്നത്ര നടക്കൂ. കുറെ വർഷം കഴിയുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ അവര് വലിയ വ്യത്യാസം കാണും. അല്ലാതെ ഓരോ ദിവസവും ചെടി വിത്ത് കുഴിച്ചിട്ടിട്ട് അടുത്ത ദിവസം അതൊക്കെ മാന്തിയിട്ട് വിത്ത് മുളച്ചിട്ടുണ്ടോ നോക്കി എപ്പോഴേക്കും മുളയ്ക്കോ? കാത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ആളപ്പടി മാറിപ്പോയിട്ടുണ്ട്. അത്ര സൂക്ഷ്മമാണ് ഈ അധ്യാത്മവിദ്യ. അത് പുറമേക്ക് സ്ഥൂലമായിട്ട് അറിയപ്പെടില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഭഗവാൻ അത്ര കണ്ട് കാരുണ്യം ചെയ്തു പറഞ്ഞു, അല്പമെങ്കിലും ഈ ധർമ്മത്തിനെ കൊണ്ടുവന്നാൽ മതി, നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ആ ഭയം നീങ്ങിക്കോളും. അതുകൊണ്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ തന്നെ ഭഗവത് ആരാധനയാണെന്ന് കരുതി കർമ്മങ്ങളെ ചെയ്യാം. ഫലേച്ഛയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യാതിരിക്കുക. എത്ര കണ്ട് കർമ്മം ഫലേച്ഛയ്ക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ അത്ര കണ്ട് ചെയ്യാം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളും അത് സാധിക്കില്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കർമ്മങ്ങൾ കണ്ടെത്തുക, നിങ്ങളെ കൊണ്ടാവുന്നത്. ഇറ്റ് ഹാസ് ട്രമെൻഡസ് പവർ. അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ ഉണ്ട്, അവിടെയൊക്കെ ഞങ്ങൾക്ക് സാധിക്കില്ല, പലതും പ്രശ്നം വരും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു മേഖല കണ്ടെത്തുക. ആ ചെറിയ മേഖലയിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തിട്ട് മറന്നു വരാൻ പഠിക്കുക. അവിടെ നിന്നും ഒരു വിധത്തിലുള്ള ആദരവോ പൂജയോ ഒന്നും സ്വീകരിക്കാതെ ചെയ്തിട്ട് മറന്നു വരാൻ പഠിക്കുക. ഏതെങ്കിലും ഒരു ചെറിയ മേഖല, ബാക്കിയുള്ള മേഖലയിലൊക്കെ നിങ്ങളുടെ സ്വാർത്ഥത്തിനനുസരിച്ച് ജീവിച്ചോളൂ. ഏതെങ്കിലും ഒരു ചെറിയ മേഖലയിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ ഒരു അഭ്യാസം പഠിക്കുക. ഇത് ആ ബക്കറ്റിൽ ഡ്രോപ്പ് വീണ പോലെ കുറെ കഴിയുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വരും, എളുപ്പമായിട്ട് തീരും. എവിടെയെങ്കിലും ഒരു അടുത്ത് ഈ അഭ്യാസം ഉണ്ടായി അതിലൊരു സുഖം രുചി കണ്ടാൽ, അന്ന് പറഞ്ഞ പോലെ ഇംപേഴ്സണൽ പ്ലഷർ, നിസ്വാർത്ഥ സുഖം കിട്ടിയാല് പതുക്കെ പതുക്കെ പേഴ്സണൽ പ്ലഷറിലുള്ള അഡിക്ഷൻ പോകും. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം നോക്കാം. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യത്തെ.